ചെയ്യുന്നു. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ബഹുമാനമുള്ള ഉസ്താദുമാർ, മുതഅല്ലിമീങ്ങൾ, സാദാത്തുക്കൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ചുകൂടൽ കബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. കണക്ഷൻ പ്രോബ്ലം കാരണം അല്പം വൈകിയെങ്കിലും അല്ലാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് തുടങ്ങാൻ സാധിച്ചു. മഹാനായ മുഅയ്യിദുൽ മില്ലത്തി വദ്ദീൻ അബുസ്സഅദാത്ത് ശിഹാബുദ്ദീൻ അഹ്മദ് വഅശ്ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി വനഫഅനാ ബിഹി. ആമീൻ. അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട രചനകൾ, അതുപോലെ അവിടുത്തെ ചെറിയ നിരക്കുള്ള ചരിത്രം നമ്മുടെ കഴിവിൽ കഴിയുന്ന രൂപത്തിൽ അവതരിപ്പിക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ. കോഴിക്കോട് ഇടിയങ്ങര ഭാഗത്ത് മഹാനായ ജിഫ്രി തങ്ങളുടെ വീടിൻ്റെ ഭാഗത്ത് അലി അൽ കാലിക്കൂത്തി എന്ന് പറയുന്ന മഹാനായ പണ്ഡിതൻ, അവരുടെ മകൻ മുഹയ്യിദ്ദീൻ അൽ ആലിമുൽ അല്ലാമ മുഹയ്യിദ്ദീൻ അൽ കാലിക്കൂത്തി മഹാനവറുകൾ ആ മുഹയ്യിദ്ദീൻ അൽ കാലിക്കൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി കോഴിക്കോട് മുഫ്തിൽ കാലിക്കൂത്തി എന്ന പേരിൽ മഷഹൂറായ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പണ്ഡിതന്മാരിൽ പ്രമുഖരായ മുഹയ്യിദ്ദീൻ കാലിക്കൂത്തി എന്നവരുടെ മകൻ ഇമാദുദ്ദീൻ അലി എന്നവരുടെ പുത്രനായി 1302 ചാലിയത്ത് മഹാനായ അബുസ്സഅദാത്ത് ശിഹാബുദ്ദീൻ അഹ്മദ് വഅശ്ശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ ജനിച്ചു. വളരെ ചെറുപ്പത്തിൽ തന്നെ സ്വന്തം പിതാവും ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ദർസ് നടത്തുന്ന മഹാനായ ഇമാദുദ്ദീൻ അലി ശാലിയാത്തി എന്ന പേരിൽ പ്രസിദ്ധനായ ഒരുപാട് ഫത്വകളും ഖസീദുകളും മറ്റും രചനകളൊക്കെ നടത്തിയ മഹാനായ ഇമാദുദ്ദീൻ അലി ശാലിയാത്തി എന്നവരുടെ ദർസിലാണ്, അവരിൽ നിന്നാണ് പ്രധാനമായും മഹാനവറുകൾ പ്രധാന കിതാബുകൾ, തഫ്സീർ, ഹദീസ്, ഫിഖ്ഹ് തുടങ്ങിയവയിലെ പ്രധാന കിതാബുകളൊക്കെ ഓതിയതും. വർഷങ്ങളോളം അവിടുത്തെ അരികിലാണ് മഹാനവറുകൾ ഓതി പഠിച്ചത്. അതിനുശേഷം മറ്റു പല പണ്ഡിതന്മാരിൽ നിന്നും ചില വിഷയങ്ങൾ തഹ്ഖീഖാക്കുന്നതിന് വേണ്ടി പഠിക്കുകയും പിതാവിൻ്റെ നിർദ്ദേശപ്രകാരം വെല്ലൂർ ലത്തീഫിയയിലേക്ക് ഉപരിപഠനത്തിന് പോവുകയും 3 വർഷത്തോളം അവിടെ പഠിക്കുകയും ഉപരിപഠനാർത്ഥം എത്തിയ ഉടനെ തന്നെ അവിടുത്തെ മഹാന്മാരായ ആലിമീങ്ങൾ, പണ്ഡിതന്മാർ, ഉസ്താദുമാർ അവരുടെ കഴിവുകൾ മനസ്സിലാക്കി അവിടുത്തെ ഫത്വ ബോർഡിൽ ഒരു അംഗമായി തിരഞ്ഞെടുക്കുകയും ചെയ്തു. വളരെ ചെറുപ്പത്തിൽ തന്നെ രചനയിലേക്ക് മഹാനവറുകൾ കടന്നിട്ടുണ്ട് എന്ന് അവരുടെ ചരിത്രങ്ങളും രചനകളും ഒക്കെ പരിശോധിച്ചാൽ നമുക്കതിൻ്റെ
താരീഖുകൾ നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. മഹാനായ ജമാലുദ്ദീൻ ഇബ്നുൽ ജൗസി എന്ന മഹാൻ അവരുടെ സയ്യിദുൽ ഖാത്തിർ എന്ന കിതാബിൽ ഇന്ന തസ്നീഫൽ ആലിമി വലതുഹുൽ മുഖല്ലദ്, ഒരു പണ്ഡിതന്റെ രചന ഗ്രന്ഥം അത് ശാശ്വതമായിട്ട് നിലനിൽക്കുന്ന അവരുടെ സന്താനമാണ്. അതുപോലെ ഉള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടും പിതാമഹന്മാരും അത്തരത്തിലുള്ള രചനകൾ നടത്തിയവരായിരുന്നു. ചെറിയ ചെറിയ രചനകളിലൂടെ ചെറിയ റിസാലകളും മറ്റും ഓരോ മസ്അലകളിലുള്ള തഹ്ഖീഖാത്തുകളും തക്രീറുകളും അതുപോലെ തന്നെ ഹാഷിയകളും ഷറഹുകളും എഴുതി. അതിനു പുറമെ പല വിഷയങ്ങളിലും ഗ്രന്ഥരചനകൾ തന്നെ നടത്തിയതായി നമുക്ക് അറിയാൻ മനസ്സിലാക്കാൻ കഴിയും അവരുടെ രചനകളിലേക്ക് നമ്മൾ എത്തി നോക്കിയാൽ. പ്രധാനമായും നാം വളരെയധികം മനസ്സിലാക്കേണ്ട ഉൾക്കൊള്ളേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഫർള് ഐനായ ഇൽമ്, അത് ദീനിയായ ഇൽമ് ഫർള് ഐന്, ആ ഇൽമിന്റെ അതിനെ ശക്തിപ്പെടുത്താൻ വേണ്ടി ഉള്ള മറ്റുള്ള ഫന്നുകളും പ്രധാനപ്പെട്ട നമ്മുടെ ഫന്നുകളിൽ അഖായിദ്, അതാണ് നമ്മുടെ അസ്ല്. ബാക്കി വിഷയങ്ങൾ ഈ അഖീദയെ ശക്തിപ്പെടുത്താൻ വളരെ പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. അതുപോലെ തന്നെയാണ് തസവൂഫും ഫിഖ്ഹും മറ്റു മുആമലാത്തിന്റെ ഇൽമുകളൊക്കെ. ഇവിടെ ഇമാം അഹ്മദ് അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി, നമുക്ക് അവരുടെ ചരിത്രം പരിശോധിച്ചാൽ 45ഓളം ഫന്നുകളിൽ, 45ഓളം ഫന്നുകൾ എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ നോക്കിയാൽ നമുക്ക് കണ്ടെത്താൻ കഴിയുന്ന ഫന്നുകൾ വളരെ 10ഓ അതിലധികമോ ഫന്നുകളെ ഇന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുകയുള്ളൂ. പക്ഷേ മഹാനവറുകൾ മഹാനവറുകൾ 45ഓളം ഫന്നുകളിൽ അവഗാഹമുണ്ടായിരുന്നു. ആ ഫന്നുകളിലൊക്കെ മഹാന്മാരായ ആലിമീങ്ങളുടെ പ്രത്യേകമായിട്ടുള്ള ഇജാസത്തും എല്ലാം ലഭിച്ചതായിട്ട് നമുക്ക് അവർ തന്നെ രേഖപ്പെടുത്തിയ കിതാബുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മഹാനായ 14-ാം നൂറ്റാണ്ടിലെ മുജദ്ദിദ് ഇമാം അഹ്ലുസുന്ന ഇമാമുൽ ഇഷ്ഖി വൽ മഹബ്ബ ഇമാം അഹ്മദ് റളിയല്ലാഹു ഖാൻ ബറൽവി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളിൽ നിന്നും ഹിജറ 1336 ഈ 45ഓളം വരുന്ന ഫന്നുകളിലുള്ള ഇജാസത്തും അതിനു പുറമെ മറ്റു ത്വരീഖുകളിലുള്ള തസവൂഫിന്റെ പല വിഷയങ്ങളിലുമുള്ള ഇജാസത്തുകളും അവിടുത്തെ ഖിലാഫത്തും മഹാനവറുകൾക്ക് 1336 ബറേലി ഷരീഫിൽ വെച്ച് ലഭിക്കുകയുണ്ടായി. ഇത് അവർ തന്നെ സ്വന്തമായി എഴുതി വെച്ചതും അതുപോലെ ബറേലി ഷരീഫുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പല പ്രസിദ്ധീകരണങ്ങളിലും കിതാബുകളിലൊക്കെ ഈ വിഷയം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ
വെല്ലൂർ ലത്തീഫിയയിൽ നിന്നും ഉപരിപഠനത്തിന് ശേഷം അവിടെ തന്നെ ദർസ് നടത്തി. അതിനിടയിൽ അവിടുത്തെ മഹാന്മാരായ മശായിഖിന്റെ നിർദ്ദേശപ്രകാരം 3000-ഓളം കിലോമീറ്ററുകൾ താണ്ടി ജാമിയ മഹാനായ ഇമാം അഹമ്മദ് റളിയല്ലാഹു ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളുടെ ഹദറത്തിലേക്ക് എത്തുകയും 4 വർഷത്തോളം മഹാനവറുകളിൽ നിന്ന് പല ഫന്നുകളിലും മഹാറത്ത് നേടുകയും പ്രത്യേകമായി ഹനഫി മദ്ഹബിൽ അവിടുത്തെ സനദ് ലഭിക്കുകയും ഗോളശാസ്ത്രം, അതുപോലെ അരിത്തമെറ്റിക്സ് തുടങ്ങി ടെക്നോളജിയുടെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ, എഞ്ചിനീയറിങ്, അതുപോലെയുള്ള വിഷയങ്ങളും എല്ലാ വിഷയത്തിലും ഇമാം അഹ്മദ് റളിയല്ലാഹു ഖാൻ റഹ്മത്തുള്ളാഹി അലൈഹിക്കുണ്ടായിരുന്ന അവരുടെ കഴിവ് അല്ലെങ്കിൽ അവരുടെ പാണ്ഡിത്യം അത് പകർത്തി എടുത്തുകൊണ്ട് അത് ഈ സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി പല വ്യത്യസ്തമായ വിഷയങ്ങളിൽ ഒരുപാട് രചനകൾ നടത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതിലൊക്കെ വളരെ പ്രധാനമായിട്ടും അവർ ഊന്നൽ കൊടുത്തത്, ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തത് അഖീദയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെന്ന് നമുക്ക് അവരുടെ രചനകൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. പ്രധാനമായും ഇമാം അഹ്മദ് റളിയല്ലാഹു ഖാൻ അവരുടെ ശിഷ്യത്വം സ്വീകരിച്ചുകൊണ്ട് സുന്നത്ത് ജമാഅത്തിലുള്ള അഖീദ, അതിലെ ഇസ്തിഖാമത്ത് അത് സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വളരെയധികം കഠിനാധ്വാനം പല രചനയിലൂടെയും നടത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പ്രധാനമായും ഫതാവ ദീനിയ എന്ന് പറയുന്ന മഹാനവറുകളുടെ ഗ്രന്ഥം ഒരു കാലത്ത് എല്ലാ ആളുകളും ഐക്യസംഘം എന്ന പേരിൽ വിദേഹത്തുകാരും എല്ലാവരും കൂടി ഒരു ഐക്യമുന്നണി, ഐക്യസംഘം എന്ന പേരിൽ ഒരു പാർട്ടി രൂപപ്പെട്ടപ്പോൾ ആ സമയത്ത് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, അതിൻ്റെ ഗുരുതരമായ പ്രശ്നങ്ങൾ സമൂഹത്തിന് വ്യക്തമാക്കുന്നതിന് വേണ്ടി അവർ രചിച്ച ഗ്രന്ഥമാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കൊടുത്ത ഫത്വകളാണ് അൽ ഫതാവ ദീനിയ എന്ന പേരിൽ അറിയപ്പെട്ട ഫത്വയുടെ സമാഹാരം. അതുപോലെ ഫിഖ്ഹ്, അഖീദ തുടങ്ങി പല വിഷയങ്ങളും ഉൾക്കൊള്ളുന്ന, വളരെ ആധുനിക കാലത്ത് മസ്അലകൾ കണ്ടെത്താൻ വളരെ പ്രയാസപ്പെടുന്ന വിഷയങ്ങളിൽ വളരെ കിതാബുകളുടെ നക്കലോടുകൂടെ വളരെ സങ്കീർണമായ വിഷയങ്ങളിലൊക്കെ നമുക്ക് അവലംബമാക്കാൻ പറ്റുന്ന ഒരു മഹത്തായ ഫത്വയുടെ സമാഹാരമാണ് അൽ ഫതാവൽ അസ്ഹരിയ എന്ന പേരിൽ അറിയപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട 200ഓളം ഫത്വകളുടെ സമാഹാരമായ ആ ഗ്രന്ഥം ഒരു കാലത്ത് മഹാന്മാരായ അഹ്ലു ബൈത്ത് അവരുടെ സനദുകൾ പല കബീലകളും കുറിച്ചും ഒരു കാലത്തുണ്ടായിരുന്ന പണ്ഡിതന്മാർ അവർ യഥാർത്ഥ കബീല അഹ്ലു ബൈത്ത് അല്ല എന്ന് വരെ സ്ഥാപിച്ചപ്പോൾ അതിന് മറുപടിയായി അവരുടെ സനദുകളൊക്കെ ശരിക്ക് ശേഖരിച്ചുകൊണ്ട് അവർക്ക് ശരിയായ സനദുകളുണ്ട്,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തുന്ന പരമ്പര ഉണ്ട് എന്ന് സമർത്ഥിക്കാൻ അതിൻ്റെ എല്ലാ രേഖകളും മഹാനവറുകൾ അന്ന് സംഘടിപ്പിച്ച് അന്ന് ഫത്വ കൊടുത്ത പണ്ഡിതരെ കൊണ്ട് ആ ഫത്വ തിരുത്തി. ആ സംഭവം വളരെ പ്രസിദ്ധമാണ്. അത് ഫത്താവുൽ അസ്ഹരിയിൽ കാണാൻ കഴിയും. അതുപോലെ ആ ഫത്വ എങ്ങാനും അന്ന് നിലനിന്നിരുന്നെങ്കിൽ ഇന്ന് ഒരുപാട് അഹ്ലുബൈത്തിനെ അവരെ കുറിച്ചുള്ള അഹ്ലുബൈത്ത് അല്ല എന്നുള്ളൊരു ഒരു അവസ്ഥയിലേക്ക് സമൂഹം എത്തിപ്പെടാൻ ആ ഒരു ഫത്വ അന്ന് തിരുത്താൻ മാത്രം പറ്റിയ രൂപത്തിൽ അന്ന് സമർത്ഥിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കബീല അവര് സാദാത്തുക്കളല്ല എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുമായിരുന്നു. ഒരു ഉദാഹരണം മാത്രം അവരുടെ ഫത്വയിലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഉള്ള ഒരു വിഷയമാണ്. അതുപോലെ ഏത് വിഷയത്തിലും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത രൂപത്തിലുള്ള വളരെ സങ്കീർണമായി തോന്നുന്ന വിഷയങ്ങളിൽ പോലും വളരെ ലളിതമായ രൂപത്തിൽ ഫത്വകൾ അത് ജമ്മ ചെയ്ത് അതിൻ്റെ എല്ലാവിധ നക്കലുകളോടും കൂടെ കിതാബിന്റെ ഇബാറത്തോടും കൂടെ അതെല്ലാം ചെയ്ത് മഹാനവറുകൾ ഒരുമിച്ച് കൂട്ടി അത് ഈ സമൂഹത്തിന് സമർപ്പിച്ചത് എല്ലാ കാലത്തും സമുദായത്തിനും ആലിമീങ്ങൾക്കും എല്ലാവർക്കും വലിയ ഉപകാരപ്രദമായ ഒരു കാര്യമാണ് എന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുപോലെ ഫിഖ്ഹി വിഷയങ്ങളിൽ അവരുടെ ഗ്രന്ഥങ്ങൾ നമ്മൾ നോക്കിയാൽ മറ്റു ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ചെറിയ ഒരു മസ്അല ആണെങ്കിലും അത് വിശദമായി അതിൻ്റെ എല്ലാ സംശയം വരുന്ന സാധ്യത വരുന്ന സ്ഥലങ്ങളിൽ പോലും വിശദീകരണങ്ങളും മറ്റും നൽകിയതായി നമുക്ക് കാണാൻ കഴിയും. ചില ചോദ്യങ്ങൾക്ക് മറുപടിയായി ചിലപ്പോൾ ഒരു ഗ്രന്ഥം തന്നെയാണ് മഹാനവറുകൾ അതിന് മറുപടിയായി രചിക്കാറുള്ളത്. ഉദാഹരണത്തിന് ഇന്തിളാറുൽ മസ്ബൂക്കിന്റെ ഇന്തിളാറിനെ കുറിച്ച് ആ വിഷയത്തിൽ ഒരു സംശയം ചോദിച്ചൊരു കാലത്ത് വലിയൊരു പിന്നെ വിവാദമായി വലിയ വിഷയമായപ്പോൾ ആ വിഷയത്തിൽ മാത്രം ഒരു കിതാബ് തന്നെ രചിച്ചു, അൽ ബയാനുൽ മൗസൂഖ് ലി മഹല്ലി ഇന്തിളാരിൽ മസ്ബൂഖ്. അതുപോലെ ഖിബിലയുടെ വിഷയത്തിൽ ഇസ്തിഖ്ബാലുൽ ഖിബില ആ വിഷയത്തിലും ഒരു ചോദ്യത്തിന് മറുപടിയായി രചിച്ചത് ഒരു കിതാബായിരുന്നു, ഖൈറത്തുൽ അദില്ല ഇസ്തിഖ്ബാലുൽ ഖിബില എന്ന വിഷയത്തിൽ എന്ന പേരിൽ. അതുപോലെ റമദാനിലെ ദിക്റുകളെ കുറിച്ച് മഹാനവറുകളോട് ഫത്വ ചോദിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് അവിടെയും ഒരു ഗ്രന്ഥമായിരുന്നു ഈ സമൂഹത്തിന് മഹാനവറുകൾ സമർപ്പിച്ചത്. തർവീഹുൽ ജിനാൻ ബി അഹ്കാമി അദ്കാരി റമദാൻ എന്ന പേരിലുള്ള ഒരു വളരെ ഗഹനമായ ചർച്ചകളുള്ള ഒരു കിതാബ് തന്നെ സമർപ്പിച്ചു. ഇങ്ങനെ തുടങ്ങി ചില ഫത്വകൾ അതിൻ്റെ മറുപടി അത് നൽകുന്നത് വലിയ ഗ്രന്ഥമായ രൂപത്തിലാണ്. അതിൻ്റെ എല്ലാ വശങ്ങളും അതുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള സംശയങ്ങൾക്കുള്ള പിൽക്കാലത്ത് വരാൻ സാധ്യതയുള്ള സംശയങ്ങൾക്കുള്ള മറുപടികൾ കൂടെ പറഞ്ഞുകൊണ്ടുള്ള രൂപത്തിലുള്ള ഫത്വകൾക്കുള്ള മറുപടിയാണ് മഹാനവറുകൾ നൽകാറുണ്ടായിരുന്നത് എന്ന് അവരുടെ ഗ്രന്ഥങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഫിഖ്ഹിന്റെ ഒരുപാട് ഗ്രന്ഥങ്ങൾ, ഏറ്റവും കൂടുതൽ ചെറിയതാണെങ്കിലും ഫിഖ്ഹുമായി ബന്ധപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങൾ അവിടുത്തെ തസ്നീഫാത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇനി മറ്റു വിഷയങ്ങളാണെങ്കിലും തസൗഫാണെങ്കിലും അതുപോലെ മനാഖിബ്, മൗലിദുകൾ,
തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ ചെറുതും വലുതുമായ ഒരുപാട് ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മഹാന്മാരായ അസ്ഹാബുൽ ബദർ, ആ ബദരീങ്ങളുടെ പേരിൽ തന്നെ 3 രചനകൾ, ഖസീദകൾ, അവരുടെ സ്വന്തമായിട്ടുള്ള ഖസീദകളുണ്ട്. അതിന് പുറമെ മഹാനായ സൈനുൽ ആബിദീൻ ബർസഞ്ചി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ബദരിയത്തുൽ ഹംസിയ, അതിന് മഹാനവറുകൾ രചിച്ച ഒരു പ്രസിദ്ധമായ ഹാഷിയ ഹാലിബത്തു തൊറബ് ബിഹല്ലി ജാലിബത്തിൽ അറബ് എന്ന് പറയുന്ന വളരെ ബൃഹത്തായ ഗഹനമായ ചർച്ചകളുള്ള ആ അസ്ഹാബുൽ ബദർ, അതുപോലെ തന്നെ ഉഹദ്, ഇതിലെ ഓരോ സ്വഹാബിമാരുടെയും ചരിത്രമാണ് ഇതിലൂടെ മഹാനവറുകൾ പറയുന്നത്. ഓരോ സ്വഹാബത്തും അവരുടെ കബീല, അവരുടെ കുടുംബം, ഏത് കാലത്താണ് അവർ ഇസ്ലാമിലേക്ക് വന്നത്, ഏതൊക്കെ യുദ്ധങ്ങളിൽ അവർ പങ്കെടുത്തു, എന്നവർ വഫാത്തായി, ഇങ്ങനെ തുടങ്ങിയുള്ള വളരെ പ്രധാനപ്പെട്ട ഓരോ സഹാബിയുടെയും ചരിത്രം നമുക്കതിൽ കാണാൻ കഴിയും. നമ്മുടെ മലബാറുമായി ബന്ധപ്പെട്ട്, കോഴിക്കോടുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രങ്ങൾ പോലും മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹുവിനെ ഇന്ത്യയിലേക്ക് പറഞ്ഞയച്ചു. അത് ഇന്ത്യയിൽ മലബാറിൽ കോഴിക്കോട്ടേക്കായിരുന്നു. ആ സ്ഥലമാണ് ഇന്ന് മുഗദാർ എന്നറിയപ്പെടുന്നത് എന്ന് തുടങ്ങിയുള്ള അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ, ചരിത്രങ്ങൾ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ, പഠിക്കാൻ, അറിയാൻ സാധിക്കുന്നു. ഓരോ സ്വഹാബിയുടെയും ഇത്രയും വിശദമായിട്ടുള്ള പഠനം മറ്റുള്ള കിതാബുകളിൽ നിന്നൊക്കെ ഇതിനെ വേർതിരിക്കുന്നു. അതിന് പുറമെ ആ ഗ്രന്ഥത്തിൽ വല്ല ചർച്ചകളും, ഹെവിയായ ചർച്ചകളാവട്ടെ, അതുപോലെ ഫിഖ്ഹ് പരമായിട്ടുള്ള വിഷയങ്ങൾ, അതും അതിൽ ചർച്ച ചെയ്ത് അതിൻ്റെ തെളിവുകളും, നഹ്വിയായിട്ടുള്ള, ലഫ്ദിയായിട്ടുള്ള, അതുപോലെ തന്നെ അത്തരത്തിലുള്ള വിഷയങ്ങൾ, ഇൽമുൽ ബലാഗയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ അതിൻ്റെ വിഷയങ്ങൾ, അതിൻ്റെ കിതാബുകളും അതിൻ്റെ ഇബാറത്തുകളും, അങ്ങനെ ഓരോ വിഷയത്തിലും ഒരു സംശയത്തിന് അവകാശമില്ലാത്ത വിധം ഒരു വിഷയം ജാമ്യവും മാന്യവുമായ രൂപത്തിലാണ് ഓരോ ഗ്രന്ഥങ്ങളും നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുക. അതുപോലെ മഅഖൂലാത്തിന്റെ വിഷയത്തിലും ഒരുപാട് ഗ്രന്ഥങ്ങൾ. അതിൽ വളരെ പ്രധാനപ്പെട്ട തസ്രീഹുൽ മുന്തിഖിന്റെ ശറഹ് ഇന്ന് പള്ളി ദർസുകളിലൊക്കെ ഓതുന്ന, മിക്കവാറും ആലിമീങ്ങളൊക്കെ ഓതി പഠിച്ച ശറഹ്, മഹാനവറുകളുടെ ശറഹ്, ഇത്രയും വളരെ പ്രസിദ്ധമായ ഒരു ശറഹാണത്. അതുപോലെ തന്നെ ഹദീസിന്റെ വിഷയത്തിൽ 40 ഹദീസിനുള്ള തഖ്രീജ് തുടങ്ങി വളരെ പ്രധാനപ്പെട്ട ചില ഹദീസുകളുടെ വിശദീകരണങ്ങളും മറ്റുമായിട്ട് ചെറിയ ചെറിയ റിസാലകൾ മഹാനവറുകൾക്കുണ്ട്. അതുപോലെ മൗലിദുകൾ, പ്രധാനമായും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള മൗലിദ്, മൗലിദുൽ അസ്ഹർ, അതുപോലെ അൽ മൗഇദു ഫിൽ മൗലിദ് തുടങ്ങിയ ഗ്രന്ഥങ്ങളും, അതുപോലെ തവസ്സുൽ ബൈത്തുകളും, പല തവസ്സുൽ ബൈത്തുകളും, ഖസീദത്തു തവസ്സുലിയ എന്ന പേരിൽ അറിയപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഖസീദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുലാക്കിക്കൊണ്ട് മഹാനവറുകൾ രചിച്ച ഒരു ഖസീദയും, അതുപോലെ തന്നെ ഒരുപാട് ഔലിയാക്കളുടെ, സാദാത്തുക്കളുടെ മനാക്കിബുകൾ, പ്രസിദ്ധമായതും അല്ലാത്തതുമായ, പ്രസിദ്ധീകരിക്കപ്പെട്ടതും അല്ലാത്തതുമായ ഒരുപാട് മൗലിദുകൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കോഴിക്കോട് ഷെയ്ഖിന്റെ പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനായ അലാഉദ്ദീൻ ഹിംസിൽ കാലിക്കുത്തി എന്ന പേരിൽ ഷെയ്ഖ് മാമുക്കാതങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാനവറുകളുടെ പേരിലുണ്ടാക്കിയ മൗലിദ്, അതുപോലെ ജമലുല്ലൈലി സാദാത്തുക്കളുടെ
ഏറ്റവും ഒന്നാമനായ മുഹമ്മദ് ജമലുല്ലൈലി അവരുടെ മേലുണ്ടാക്കിയ മൗലിദ്, അതുപോലെ തന്നെ നാഗൂര് ഷാഹുൽ ഹമീദ് തങ്ങളുടെ പേരിലുള്ളത്, അതുപോലെ സുൽത്താൻ അൽ ഹിന്ദ് ഖാജ മൊയ്നുദ്ദീൻ ചിശ്തി അജ്മീരി, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഔലിയാക്കളുടെ പേരിലുള്ള മൗലിദുകൾ അവരുടെ മൗലിദുമായി ബന്ധപ്പെട്ട രചനകളിൽ വളരെ പ്രധാനപ്പെട്ട മൗലിദാണ്. അതുപോലെ 100-ലധികം മർസിയത്തുകൾ അവരുടെ മശായിഖ്, അതുപോലെ ആ കാലഘട്ടത്തിലെ വലിയ വലിയ ആലിമീങ്ങളുടെ മർസിയത്തുകൾ അവർ രചിച്ചതായി അവരുടെ ഖുതുബാനയിൽ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ അന്നത്തെ വലിയ വലിയ ആലിമീങ്ങളുടെ സമ്മേളനങ്ങളിലും മറ്റുമൊക്കെ ഉണ്ടാക്കിയ തെഹ്നിയത്തും, അതുപോലെ തന്നെ ഖുതുബത്തുൽ തർഹീബ്, ഖുതുബത്തു ശുക്ർ, ഇങ്ങനെ തുടങ്ങിയുള്ള വിഷയങ്ങളിലൊക്കെ അവരുടെ രചനകൾ അല്ലെങ്കിൽ അവരുടെ എഴുത്തുകൾ നമുക്ക് കാണാൻ കഴിയും. ഇനി അഖീദയുടെ വിഷയത്തിലാണെങ്കിൽ റദ്ദുമായി ബന്ധപ്പെട്ട ഒരുപാട് ബൈത്തുകളും കിതാബുകളും തന്നെ നമുക്ക് കാണാൻ കഴിയും. അഖീദയുമായി ബന്ധപ്പെട്ട് മെയിൻ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അമ്പിയാക്കളെയും സ്വഹാബത്തിനെയും നിസ്സാരപ്പെടുത്തുന്ന ആളുകൾ, അത് എത്ര വലിയ കാര്യമായ ഷെയ്ഖ് എന്ന പേരിൽ അറിയപ്പെടുന്നവരാണെങ്കിലും, എത്ര വലിയ ആലിമിന്റെ വേഷം ധരിച്ചാലും അവരോടുള്ള ഒരു നിലക്കുള്ള സ്നേഹവും പാടില്ല എന്ന് വ്യക്തമായി എഴുതി രേഖപ്പെടുത്തി വെച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഇമാം അഹ്മദുല്ലാ ഖാൻ തങ്ങളിൽ നിന്നും നേടിയെടുത്ത വലിയ മാലൂമാത്തുകൾ അല്ലെങ്കിൽ അഖീദയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ഇന്ന് തെക്കേ ഇന്ത്യയിലേക്ക് കർണാടക, തമിഴ്നാട്, ആന്ധ്ര തുടങ്ങിയ ഭാഗങ്ങളിൽ അതിൻ്റെ പ്രചരണത്തിന് വേണ്ടി മഹാനവറുകൾ ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. മഹാനായ സയ്യിദ് അലവി മാലിക്കി തങ്ങളോട് ഇമാം അഹ്മദുല്ലാ ഖാനെ കുറിച്ച് ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞ ഒരു സംഭവം, നഹ്നു നഅരിഫുഹു മിൻ തസാനീഫിഹി മിൻ തസ്നീഫാത്തിഹി വ തഅലീഫാത്തിഹി ഹുബ്ബുഹു അലാമത്തു സുന്നത്തി വൽ ജമാഅ വ ബുഗ്ളുഹു അലാമത്തുൽ ബിദ്അത്തി വൽ ദലാല എന്നായിരുന്നു മഹാനവറുകൾ പറഞ്ഞത്. മഹാനായ ഇമാം അഹ്മദുല്ലാ ഖാൻ തങ്ങളോടുള്ള ഹുബ്ബ് അത് സുന്നത്ത് ജമാഅത്തിന്റെ അടയാളമാണെന്നും, അവരോടുള്ള ബുഗ്ള് അത് ബിദ്അത്തിന്റെ അടയാളമാണെന്നും, അവരുടെ തസ്നീഫാത്തുകളിൽ നിന്നുമാണ് നമ്മൾ അവരെ അറിയുന്നത്. അതുപോലെ ഇമാം അഹ്മദ് വശാലിയാത്തിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിലും അവരുടെ തസ്നീഫാത്തുകളിൽ നിന്ന് അവരെ കുറിച്ച് നമുക്ക് പഠിക്കാൻ കഴിയും. അതുപോലെ അവരുടെ ജീവിതത്തിൽ വലിയ പ്രധാനപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാവാതെ വളരെ സുന്നത്ത് ജമാഅത്തിൽ ഇസ്തിഖാമത്ത്, അതാണ് അവിടുത്തെ ഏറ്റവും വലിയ കറാമത്ത്. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ വളരെ ചിന്തിക്കേണ്ട കാര്യം, ഇന്ന് പല ആളുകളും ഭൗതിക വലിയ ഉന്നതമായ വിദ്യാഭ്യാസം ലഭിച്ച് ഉന്നതമായ സ്റ്റേജിലെത്തിയ ആളുകൾ, പക്ഷേ അഖീദയിൽ വേണ്ട പോലെ അവർക്ക് ഒരു സ്പിരിറ്റ് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള അഖീദ ശരിയാവാതെ, സുന്നത്ത് ജമാഅത്ത് എന്താണെന്ന് മനസ്സിലാക്കാതെ, സുന്നത്ത് ജമാഅത്തിന്റെ നേരെ എതിരുള്ള ആളുകൾ, ബിദ്അത്തിന്റെ ആളുകളെ മഹത്തുക്കളാക്കി കാണുന്ന അത്തരം ആളുകൾ, പല വിദേശ നാടുകളിലും ഉള്ള ആളുകൾ, ഇത്തരത്തിലുള്ള ആളുകളെ അവരുടെ അഖീദ നമ്മൾ
നാം ആദ്യമായി അവരെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അവരുടെ അഖീദ എന്താണെന്ന് നാം വളരെയധികം ചിന്തിച്ച് വേണം അവരെ നാം പഠിക്കേണ്ടത്. ഇന്നത്തെ പുതിയ തലമുറ, പുതിയ നമ്മുടെ പുതിയ സോഷ്യൽ മീഡിയകളും മറ്റും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലോകത്തിന്റെ ഏതു ഭാഗത്തുള്ള ആളുകളെ കുറിച്ചും മനസ്സിലാക്കാനും പഠിക്കാനും സാധിക്കും, ആ ഒരു സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കും, ചിലപ്പോൾ ഈ ലോകത്ത് മറ്റു സ്ഥലങ്ങളിലൊക്കെ ഉള്ള ആളുകളാണ്, അവരാണ് ശരിക്ക് വിവരമുള്ളവർ, അല്ലെങ്കിൽ ഓരോ വിഷയത്തിലും അവഗാഹമുള്ളവർ എന്നൊക്കെ തെറ്റിദ്ധരിച്ചു പോകും ചിലപ്പോൾ. അത് എന്തുകൊണ്ടാണ്? നമ്മുടെ നാടുകളിൽ തന്നെ, മലബാർ, പ്രത്യേകിച്ച് ഇന്ത്യയിൽ മലബാറിൽ തന്നെ ലോകതലത്തിൽ വലിയ ഉന്നതരായ സ്ഥാനത്തേക്ക് എത്തേണ്ട പല ആലിമീങ്ങളും ഇവിടെ തന്നെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ രചനകളും മറ്റും നമ്മൾ നോക്കിയാൽ എത്രത്തോളം അവർ ഉയർന്നവരാണ് ഓരോ വിഷയത്തിലും എന്ന് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ അവരുടെ രചനകൾ നോക്കിയാൽ അതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പകർത്താനും പഠിക്കാനും മറ്റ് ആരെയും നമുക്ക് ആശ്രയിക്കാതെ, വിദേശ പുതിയ പണ്ഡിതന്മാരെയോ മറ്റോ ഒന്നും ആശ്രയിക്കാതെ തന്നെ നമ്മുടെ നാടുകളിൽ കഴിഞ്ഞു പോയ, അവർ ബാക്കി വെച്ച് നമുക്ക് ഏൽപ്പിച്ചിട്ട് പോയ അവരുടെ രചനകൾ, അതിലൂടെ നമുക്ക് ടെക്നോളജിയും സയൻസും അതുപോലെ തന്നെ മറ്റു മാത്തമെറ്റിക്സ്, അതുപോലെ ആസ്ട്രോളജി തുടങ്ങി ഏതൊക്കെ ഫന്നുകളുണ്ടോ അതിലൊക്കെ വ്യക്തമായ രൂപത്തിൽ നെല്ലും പതിരും വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റിയ രൂപത്തിൽ തന്നെ രചനകൾ നടത്തി കഴിഞ്ഞുപോയ മഹാന്മാരിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് ശിഹാബുദ്ദീൻ അഹമ്മദ് വൈശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് നമുക്ക് അവരുടെ രചനകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. അത്തരം കാര്യങ്ങളിലേക്ക് നമ്മുടെ പഠനങ്ങൾ ആഴ്ന്നിറങ്ങി പഠിക്കാൻ നമ്മൾ ശ്രമിക്കണം. അന്നാസു അഅദാഉ ലിമാ ജഹിലു എന്ന നിലയിൽ ജനങ്ങൾ മനസ്സിലാക്കാതെ അതിൻ്റെ ശരിയായ കാര്യങ്ങൾ ഉൾക്കൊള്ളാതെ മറ്റുള്ളവരിലേക്ക്, അഖീദകളിൽ പേച്ചവരിലേക്ക് ചെന്നു വീഴുന്ന ഒരു അവസ്ഥ നമുക്ക് പലപ്പോഴും കാണാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ഫന്നായ ഇൽമു താരീഖ്, മൻ വർറഹ മുഅ്മിനൻ ഫകഅന്നമാ അഹ്യാഹു, മഹത്തുക്കളുടെ ചരിത്രം എഴുതിയാൽ അവരെ ഹയാത്താക്കിയതുപോലെയായി എന്ന ആ സന്ദേശം പിൻപറ്റിക്കൊണ്ട് ധാരാളം ചരിത്രങ്ങൾ, ഓരോ മഹത്തുക്കളുടെയും ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് അറിയേണ്ട അവരുടെ വഫാത്ത്, അതുപോലെ തന്നെ അവരുടെ രചനകൾ, അതുപോലെ ഉള്ള കാര്യങ്ങൾ വളരെ ചുരുക്കിക്കൊണ്ട് ഹ്രസ്വമായിട്ട് അവതരിപ്പിച്ച ഒരു താരീഖുമായി ബന്ധപ്പെട്ട അവരുടെ രചനയാണ് അസ്മാഉൽ മുഅല്ലിഫീൻ, അതുപോലെ തറാജിമുൽ മുഅല്ലിഫീൻ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന വളരെ ബൃഹത്തായതാണെങ്കിലും ചെറിയ ഒരു ഗ്രന്ഥം. കേരളത്തിലെ അറിയപ്പെട്ട മഹത്തുക്കളുടെ ചരിത്രം, കോഴിക്കോട് ഫഖറുദ്ദീൻ റമദാൻ ഷാലിയാത്തി, അതുപോലെ അബൂബക്കർ ഷാലിയാത്തി തുടങ്ങിയ മുതൽ തുടങ്ങുന്ന മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ ചെറിയ രൂപത്തിലുള്ള ചരിത്രം രേഖപ്പെടുത്തിയ അസ്മാഉൽ മുഅല്ലിഫീൻ, ഈ ഗ്രന്ഥത്തിൽ തന്നെയാണ് മഹാനവറുകളുടെ ചരിത്രവും ആ ഗ്രന്ഥത്തിൽ തന്നെ പറയുന്നുണ്ട്. ഇമാം ഷാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രം ആദ്യമായിട്ട് എഴുതിയതും മഹാനവറുകൾ തന്നെയാണ്. അതുപോലെ
മറ്റൊരു വിഷയങ്ങളെ അഖീദയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് പുറമെ ഒരാളുടെ ജീവിതത്തിൽ അയാളുടെ ജീവിത വിജയത്തിന് വേണ്ടി ആവശ്യമാകുന്ന ഒരു തസവുഫ്, ആ തസവുഫിന്റെ പേരിലാണ് ഇന്ന് പലരും പിഴച്ചു പോകുന്നത്. ശരിയായ ഷെയ്ഖിനെ ലഭിക്കാതെ കള്ളത്തൊരീക്കത്തിന്റെയും മറ്റും പേരിൽ അവരുടെ ഹയാത്ത് കാലത്ത് തന്നെ പല ആളുകളും പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ ശരിയായ ത്വരീക്കത്ത് ഏതാണെന്നും പിഴച്ച ത്വരീക്കത്ത് ഏതാണെന്നും ആരാണ് പിഴച്ച ഷെയ്ഖുമാർ, അവരുടെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് വ്യക്തമായ രൂപത്തിൽ സമൂഹത്തിനെ പഠിപ്പിക്കാൻ വേണ്ടി മഹാനവർ നടത്തിയ രചനയാണ് നജാത്തുൽ ഇബാദ് അൻ തൽബീസാത്തി ഷിയൂഖിൽ ഫസാദ് എന്ന് പറയുന്ന ഗ്രന്ഥം. അതുപോലെ പിഴച്ച ആളുകൾ മുബ്തദീൻ, ഇന്ത്യയിലെ റഈസുൽ വഹാബിയത്ത് ഫിൽ ഹിന്ദ് ഇസ്മായിൽ ദഹ്ലവിയുടെ തഖിവിയത്തുൽ ഈമാൻ എന്ന് പറയുന്ന ആ പുസ്തകത്തിൽ വളരെ വിഷലിപ്തമായ ആശയങ്ങൾ, വിശുദ്ധമായ ദീനിന്റെ അഖീദയ്ക്ക് ഘടകവിരുദ്ധമായ ആശയങ്ങൾ, ഈമാനിനെ കരിച്ചു കളയുന്ന തഖ്വിയത്ത് ഖാഫ് ഒഴിവാക്കി കാഫ് ആക്കണം എന്ന് പറഞ്ഞ ആ പുസ്തകത്തിൽ അതിന്റെ തുടക്കത്തിൽ തന്നെ അതിനെക്കുറിച്ച് എഴുതി വെച്ചതായി നമുക്ക് കാണാൻ കഴിയും. ഇത് ഇന്ത്യയിലെ വഹാബികളുടെ നേതാവിന്റെ ഗ്രന്ഥമാണ്, പുസ്തകമാണ്. ഇതിലുള്ള വിഷയങ്ങൾ കണ്ട് ആരും തെറ്റിദ്ധരിക്കരുത്. ഒറ്റ നോട്ടത്തിൽ ഇത് ഹക്കാണെന്ന് തോന്നുന്നുണ്ടെങ്കിലും അതെല്ലാം ബാത്തിലുകളാണ്. അതുകൊണ്ട് ഇതിൽ വായിച്ച് ആരും വഞ്ചിതരാകരുത് എന്നൊക്കെ അതിന്റെ തുടക്കത്തിൽ എഴുതി വെച്ച് ഈ സമൂഹത്തിന് ദിശാബോധം കാണിച്ചു കൊടുത്തു. അതുപോലെ അവരുടെ ഏറ്റവും വലിയ ഫത്വകൾ സംസ്ഥയിൽ 6ാം വാർഷികത്തിലെ അന്ന് ഐക്യകണ്ഠേന പാസ്സാക്കിയ തർക്കുൽ മുവാലാത്ത് വളരെ പ്രസിദ്ധമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ആ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ യഥാർത്ഥമായ രൂപമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്, അതിന്റെ ദീനിന്റെ ശത്രുക്കളായ ബിദഅത്തുകാർ, അവരെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസുകൾ, യഅതി ഫി ആഖിരി സമാനി ദജ്ജാലൂന കദ്ദാബൂന തുടങ്ങിയ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ആ ഹദീസും, അതുപോലെ മിർഖാത്തുൽ മഫാത്തിഹിൽ മുല്ല അലിയുൽ ഖാരി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ച് യഅ്തൂനകും മിനൽ അഹാദീസി എന്ന് തുടങ്ങുന്ന ഹദീസും, അതുപോലെ തന്നെ യതഹദ്ദസൂന ബിൽ അഹാദീസിൽ കാദിബത്തി വൽ ഇഅ്തിഖാദാത്തി ഫാസിദത്തിൻ തുടങ്ങിയ അവര് ദീനിൽ ഒരുപാട് പിഴച്ച വിശ്വാസങ്ങളും കളവായ വർത്തമാനങ്ങളും കൊണ്ടുവരും എന്നൊക്കെ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 1400 വർഷം മുമ്പ് പറഞ്ഞ അതേ സന്ദേശം മഹാനായ മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ഗനിയത്ത് എന്ന് പറയുന്ന അവരുടെ ഗ്രന്ഥത്തിൽ ഇയ്യാക്കും വയ്യാഹും തുടങ്ങിയ കാര്യങ്ങൾ അതെല്ലാം വിശദീകരിച്ചുകൊണ്ട്, അതെല്ലാം മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങൾ അവരുടെ ഗനിയത്തിൽ പറഞ്ഞതുപോലെ ബിദഅത്തുകാരോട് സലാം പറയൽ, അവർക്ക് മയ്യിത്ത് നിസ്കരിക്കൽ, അവരെ പിന്തുടർന്ന് നിസ്കരിക്കൽ, അവരോട് സന്തോഷങ്ങൾ പങ്കിടൽ, അവരോടുമായി കൂടിക്കലരൽ തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ മുഹീദ്ദീൻ ഷെയ്ഖ് റളിയല്ലാഹു അൻഹു ഗനിയത്തിൽ പറഞ്ഞതായി കാണാം. അതുപോലെ തന്നെ ഇതേ വിഷയം തന്നെ ഇബ്നു ഹജർ അൽ-ഹൈതമി റളിയല്ലാഹു അൻഹു സവായിഖുൽ മുഹരിക്കയിലും, അതുപോലെ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു ഹിസാമുൽ ഹറമൈനിയിലും ഫതാവൽ ഹറമൈനിലൊക്കെ പറഞ്ഞ ആ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഒരുപാട് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ, അതെല്ലാം അതേ
പാത സ്വീകരിച്ചുകൊണ്ട് ഇമാം ഷാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഫത്താവൽ അസ്ഹരിയിൽ ഇതിന്റെ ഇബാറത്തോടുകൂടെ ഈ തർക്കുൽ മുവാലാത്തിന്റെ ഫത്വ നമുക്കതിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. ഇതേ ഫത്വ തന്നെ ആയിരുന്നു സമസ്തയുടെ വാർഷികം. ഫറൂഖിൽ വെച്ച് നടന്ന ആ വാർഷികത്തിൽ വളരെ നിർണായകമായ, മുസ്ലിം ഉമ്മത്തിന് ഏറ്റവും വലിയ ദിശാബോധം നൽകിയ, അവരുടെ അഖീദ സംരക്ഷിക്കുന്നതിന് വേണ്ടി അന്ന് സമസ്ത തീരുമാനമെടുക്കുമ്പോൾ അവിടെ ഹാജരായ വലിയ വലിയ ആലിമ്യങ്ങളൊക്കെ സാക്ഷി നിർത്തിക്കൊണ്ട് അതെല്ലാം സ്ഥിരപ്പെടുത്തുകയും എല്ലാവരും അംഗീകരിക്കുകയും ചെയ്ത് അന്ന് പാസാക്കിയ ആ തർക്കുൽ മുവാലാത്ത്, അങ്ങനെ തുടങ്ങി വളരെ പ്രസിദ്ധമായ ഫത്വകൾ. അത്തരത്തിലുള്ള ഫത്വകളാണ് പിൽക്കാലത്ത് സുന്നത്ത് ജമാഅത്തിന്റെ ഇസ്സത്തിനും മഹാന്മാരായ പൂർവികർ ഈ തലമുറയിലേക്ക് ഏൽപ്പിച്ചു പോയ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ യഥാർത്ഥമായിട്ടുള്ള നിലനിൽപ്പിനും വളരെ അത്യാവശ്യം, അല്ലെങ്കിൽ അങ്ങനെയൊരു തീരുമാനങ്ങളോ ഫത്വകളോ ഇല്ലായിരുന്നുവെങ്കിലുള്ള അവസ്ഥ ഇന്നത്തെ ഈ ഒരു സുന്നത്ത് ജമാഅത്തിലുള്ള ഒരു ഉറച്ച വിശ്വാസം ഉള്ള ഒരു സമൂഹം ഇവിടെ വാർത്തെടുക്കാൻ അത്തരത്തിലുള്ള ഫത്വകൾ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് സംസാരിച്ചോളൂ. അതുപോലെ ഒരാളുടെ ജീവിതത്തിൽ വേണ്ടതും, അതുപോലെ തന്നെ ഒരാള് മരണപ്പെട്ടാൽ ബർസഖിയായ ഉഖ്റവിയായ ജീവിതത്തിന്റെ വിജയത്തിന് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ മഹത്തുക്കൾ പഠിപ്പിച്ചിട്ടുണ്ടോ, അതിലെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഈ സമൂഹത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി ദഫ്ഷറുൽ അസീർ അൽ ഖൈറുൽ കസീർ എന്ന ഗ്രന്ഥത്തിന്റെ അവസാന ഭാഗത്ത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, ഉപദേശങ്ങൾ മഹാനായ ശിഹാബുൽ അസ്ഹരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെയുള്ള വിഷയങ്ങൾ, അതും വളരെ വിശദമായിട്ട് ആ ഗ്രന്ഥത്തിൽ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സക്കറാത്തിൽ കിടക്കുന്ന ആളോടും അതുപോലെ തന്നെ മയ്യത്തിനോടുമൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് സലാം ഏൽപ്പിക്കുന്നത് കൊണ്ട് മയ്യത്തിനും ലഭിക്കുന്ന ഗുണങ്ങളും, അതുപോലെ തന്നെ ജനാസയുടെ നെറ്റിത്തടത്തിൽ അതുപോലെ നെഞ്ചിലുമൊക്കെ എഴുതി വെക്കുന്നത്, മഷി ഇല്ലാതെ വെറും എഴുത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഇതിലും,
അതുപോലെ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന നെറ്റിത്തടത്തിൽ എഴുതലും ഇതൊക്കെ മയ്യത്തിന് സആദത്ത് ലഭിക്കാൻ ദാറുൽ ബഖായിൽ ദാറുൽ ഫനായിൽ നിന്നും ദാറുൽ ബഖായിലേക്കുള്ള യാത്ര അത് സആദത്ത് ഉണ്ടാകാൻ വേണ്ടി ഇത്തരം കാര്യങ്ങളൊക്കെ വ്യത്യസ്തമായ പല സ്ഥലങ്ങളിലും ഫത്വകളിലുമൊക്കെ എഴുതിയതായിട്ടും അവിടുത്തെ വലിയ ഖിദ്മത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടുത്തെ തസ്നീഫാത്തുകൾ വലിയ വലിയ രചനകൾ മനസ്സിലാക്കിക്കൊണ്ട് അന്നത്തെ ആളുകൾ മശായഹുമാർ ആലിമീങ്ങൾ അവർക്ക് ഒരുപാട് സ്ഥാനപ്പേരുകൾ ഇട്ടതായിട്ട് ഓരോ വിഷയത്തിലും അവരുടെ കഴിവുകൾ ഉണർത്തിക്കൊണ്ട് പ്രത്യേകമായിട്ടും 191 മശായഖലൂടെയുള്ള ത്വരീഖത്തിന്റെ ഇജാസത്തുകൾ വിശദീകരിക്കുന്ന മഖ്സനുസ് സലാസിൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ 10,000-കണക്കിന് മശായഖിന്റെ പേരാണ്. ഓരോ ത്വരീഖിലും വ്യത്യസ്തമായ മശായഖലൂടെയുള്ള ഇജാസത്തുകൾ. ഖാദിരിയയിൽ 12, അതുപോലെ ഓരോ ത്വരീഖിലും 10ഉം 20ഉം മശായിഖിലൂടെയുള്ള ഇജാസത്തുകൾ. അങ്ങനെ 191 ത്വരീഖിലൂടെ ഒരു ഇജാസത്തുകളുള്ള കിതാബ്. അതിലേക്കൊക്കെ സൂചിപ്പിച്ചിട്ട് ഷെയ്ഖുൽ കമാലാത്ത്, ഷെയ്ഖുൽ മശായിഖ് എന്നൊക്കെ ലഖബുകൾ അന്നത്തെ മശായിഖുകൾ എഴുതി വെച്ചത് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ മുഹീസുന്ന, അതുപോലെ ഹുജ്ജത്തുൽ മുനാദിരീൻ, ഷംസുസ്സമാൻ, അങ്ങനെ തുടങ്ങി ഒരുപാട് ഓരോ വിഷയത്തിലും അവരുടെ സ്ഥാനപ്പേരുകൾ ആ വിഷയത്തിലുള്ള അവരുടെ കഴിവിനെ സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് 4 മദ്ഹബുകളിലും മഹാനവറുകൾ ഫത്വ കൊടുത്തിരുന്നു. 4 മദ്ഹബിലും ഫത്വ കൊടുക്കണമെങ്കിൽ ഓരോ മദ്ഹബിലും വളരെ ഗഹനമായ പഠനം നടത്തി തഹ്കീക്കുകൾ ഉള്ളവർക്ക് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ് ഈ ഫത്വകൾ കൊടുക്കുക എന്നുള്ളത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിയും ഓരോ മദ്ഹബിലും അവർക്കുള്ള അവഗാഹം. അപ്പോൾ ഈ ഓരോ മദ്ഹബിലും അവരുടെ സനദുകൾ പ്രത്യേകമായി ഫതാവൽ അസ്ഹരിയിൽ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് രചനകളെ പോലെ തന്നെ അതിനു പുറമെ അന്നത്തെ കാലത്ത് വളരെ യാത്രാ സൗകര്യങ്ങളൊക്കെ കുറഞ്ഞ ആ കാലഘട്ടത്തിൽ ഗ്രന്ഥങ്ങൾ, കിതാബുകൾ ഒരുമിച്ച് കൂട്ടി അത് ഈ സമൂഹത്തിന് വേണ്ടി ഉപകാരപ്പെടുന്ന രൂപത്തിൽ അന്ന് എല്ലാം ശേഖരിച്ചു. വളരെ പ്രധാനമായി അവിടുത്തെ രചനകളായാലും അതുപോലെ തന്നെ തസവുഫും അതുപോലെ തന്നെ ത്വരീഖത്തുമായി ബന്ധപ്പെട്ടതാണെങ്കിലും ഹഖീഖത്തുമായി ബന്ധപ്പെട്ടതാണെങ്കിലും എല്ലാത്തിലും അടിസ്ഥാനപരമായിട്ട് അഹ്ലുസുന്നത്തി വൽ ജമാഅ അതിൽ ഊന്നി പിടിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ അതിനെ വ്യക്തമാക്കി പറഞ്ഞുകൊണ്ടുള്ള രചനയാണ് ഓരോ വിഷയങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. മഹാനായ തഫ്സീർ റൂഹുൽ ബയാന്റെ മുസന്നിഫായ ഇസ്മായിലുൽ ഹഖി അൽ ബറൂസവി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഷെയ്ഖ് വഫാത്താവുന്ന സമയത്ത് പറഞ്ഞ ഒരു വിഷയം മഹാനവറുകൾ എഴുതി വെച്ചതായി നമുക്ക് കാണാൻ കഴിയും. എനിക്ക് നിങ്ങൾക്ക് തരാൻ വസിയത്തായിട്ട് സമ്പത്തോ മറ്റോ ഒന്നുമില്ല. ലാക്കിന്നി അലാ മദ്ഹബി അഹ്ലി സുന്നത്തി വൽ ജമാഅ ശരീഅത്തൻ വ തരീഖത്തൻ വ ഹഖീഖത്തൻ വ മഅരിഫത്തൻ ഫഅരിഫൂനി ഹാകദാ വഅശ്ഹിദൂനി ഹാകദാ
ഫഹാദിഹി വസിയത്തി. എന്ത് കാര്യങ്ങളാണെങ്കിലും ഞാൻ സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ മദ്ഹബിലാണ്. അത് ശരീഅത്തിലാണെങ്കിലും ത്വരീഖത്തിലാണെങ്കിലും ഹഖീഖത്തിലാണെങ്കിലും മഅരിഫത്തിലാണെങ്കിലും ഒക്കെ എന്നത് നിങ്ങൾ സാക്ഷിയാകണം, ഇത് മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കണം, ഇതാണ് എൻ്റെ വസിയത്ത് എന്ന് മഹാനായ ഇസ്മായിൽ ഹഖി അൽ ബറൂസവി തങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ സുന്നിയായിട്ട് തന്നെയാണ് ഹഖീഖത്തിലും മഅരിഫത്തിലും എല്ലാത്തിലും എന്ന് ഇതേ ആശയമാണ്, ഇതേ വസിയത്താണ്, ഇതേ ഒരു റൂട്ടിലായിരുന്നു ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും മഹാനായ അബു സഅദാത്ത് ശിഹാബുദ്ദീൻ അഹമ്മദ് കോയ ശാലിയാത്തി ജീവിച്ച് കാണിച്ചു കൊടുത്തതും അവർ പ്രാവർത്തികമാക്കിയതും എല്ലാം ഈ ഒരു റൂട്ടിലായിരുന്നു എന്ന് നമുക്ക് അവരുടെ ജീവിതം ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എല്ലാ അവരുമായി ബന്ധപ്പെട്ട ശിഷ്യന്മാരോടും അതുപോലെ തന്നെ അവരുടെ മുരീദന്മാരോടുമൊക്കെ ഈ ഒരു വസിയത്തായിരുന്നു മഹാനായ അബു സഅദാത്ത് ശിഹാബുദ്ദീൻ അഹമ്മദ് കോയ ശാലിയാത്തി നടത്താറുണ്ടായിരുന്നത്. അൽ ഹുബ്ബു ഫില്ലാഹി വൽ ബുഗ്ദു ഫില്ലാഹ്. ആരായാലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഉള്ള സ്നേഹവും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ദേഷ്യവും അതിന് പ്രത്യേക അതിർവരമ്പുകൾ മഹാനവർക്കുണ്ടായിരുന്നില്ല. എല്ലാത്തിൻ്റെയും മാനദണ്ഡം അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ് എന്നതായിരുന്നു. അതുപോലെ ഈ ഒരു ആശയം എല്ലാ രംഗത്തും മഹാനവറുകൾ കാണിച്ചിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്നത്തെ ഈ പ്രത്യേകം ഇന്നത്തെ തലമുറ അവർ ഈ ഒരു അടിസ്ഥാനത്തിൽ ഈ ഒരു സ്കെയിൽ വെച്ചുകൊണ്ട് അൽ ഹുബ്ബു ഫില്ലാഹി വൽ ബുഗ്ദു ഫില്ലാഹ് ആ രൂപത്തിൽ എത്ര വലിയ ഉന്നതരാണെങ്കിലും അവർ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയിലാണോ അല്ലയോ എന്ന് നമ്മൾ വളരെ പഠിച്ചുകൊണ്ട് മാത്രമായിരിക്കണം നാം അത്തരത്തിലുള്ള ആളുകളെ പിൻപറ്റുകയോ അവരുടെ ആശയങ്ങൾ ഉൾക്കൊള്ളുവാനോ പാടുള്ളൂ എന്ന് ഈ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്നത്തെ സമൂഹത്തിൽ പുതിയ പുതിയ രൂപത്തിൽ വഹാബിസം അത് പല രൂപത്തിലാണ് സമൂഹത്തിലേക്ക് എത്തിക്കുന്നത്. വിദഅത്തിന്റെ ആശയങ്ങൾ, പ്രത്യേകിച്ച് തബ്ലീഗ് ജമാഅത്ത് തുടങ്ങിയ വിദഅത്തിന്റെ ആളുകൾ, ദൈവബന്ദി വഹാബി നേതാക്കൾ, അവർ പ്രത്യേകമായ ശൈലിയിൽ തേനിൽ വിഷം കലർത്തി കൊടുക്കുന്നത് പോലെ നമ്മുടെ മുൻഗാമികളായ അയിമ്മത്ത് പഠിപ്പിച്ചു തന്ന, അതുപോലെ തന്നെ അത്തരത്തിലുള്ള മഹാന്മാർ അവരുടെ സനദുകളൊക്കെ, അതുപോലെ തന്നെ അവരുടെ സിൽസിലകൾ അത് വളരെ പുണ്യമുള്ളതാണ്, മഹത്വമുള്ളവരിലേക്ക് നമ്മുടെ സിൽസിലകൾ എത്തുന്നതാണ് എന്നത് മറച്ചു വെച്ചുകൊണ്ട് മഹത്തുക്കളിലേക്ക് നമ്മുടെ സനദ് അല്ലെങ്കിൽ നിസ്ബ എന്ന് പറഞ്ഞാൽ അത് വലിയ പുണ്യമുള്ള നമ്മുടെ അക്കാബിര്യങ്ങളായ ഔലിയാക്കൾ പഠിപ്പിച്ച ആ സനദുകൾ അത് യഥാർത്ഥമായ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളിലേക്ക് എത്തുന്നത് മറച്ചു വെച്ചുകൊണ്ട് ഹദീസിന്റെ സനദുകൾ മറ്റും പേര് പറഞ്ഞുകൊണ്ട് യഥാർത്ഥ അഇമ്മത്തിനെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ തസല്ലുബില്ലാത്ത, ഉറച്ച വിശ്വാസമില്ലാത്ത പലരും ബിദഈ നേതാക്കളായ തബ്ലീഗ് ജമാഅത്ത്, വഹാബി നേതാക്കൾ, അതുപോലെ അവരുടെ അടിസ്ഥാന ആശയങ്ങളിൽ അവരുടെ സ്ഥാപക നേതാക്കളായ പല ദൈവബന്ദി പണ്ഡിതന്മാർ, ഗംഗോഹി, നാനൂത്തവി, താനവി തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന ബിദഈ നേതാക്കളുടെ ആശയങ്ങൾ, അതൊക്കെ ആശയങ്ങൾ മറച്ചു വെച്ചുകൊണ്ട്
അതുപോലെ ഇമാം അഹമ്മദ് റളിയല്ലാഹു തങ്ങൾ, അതുപോലെ ഇമാം അഹമ്മദ് വാശാലിയാത്തി തുടങ്ങിയവരുടെ ആ ഒരു റൂട്ട്, അവരുടെ മസ്ലക്കിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ മഹാന്മാർ അവരെക്കുറിച്ചുള്ള ചർച്ചകൾ തന്നെ നമ്മുടെ വേദികളിൽ നിന്നൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടി ഒരു വിഭാഗം ഈ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ വളരെയധികം മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മഹാന്വതരായ പണ്ഡിതന്മാരുടെ ചരിത്രങ്ങൾ പഠിക്കാനും അവരുടെ രചനകളിലേക്ക് ആഴ്ന്നിറങ്ങിക്കൊണ്ട് മനസ്സിലാക്കാനും അവരുടെ റൂട്ടിലൂടെ നമ്മുടെ ദീനീ ദഅവത്ത് നടത്താനും ഈ പുതിയ തലമുറ ശ്രമിക്കേണ്ടത് വളരെ ദീനുൽ ഇസ്ലാമിന്റെ നിലനിൽപ്പിന് വേണ്ടി പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ ആ അന്തസത്ത അത് ചോർന്നു പോകാതെ പുതിയ തലമുറയിലേക്ക് ഏൽപ്പിക്കാൻ നമുക്ക് മുമ്പേ കഴിഞ്ഞുപോയ സമുന്നതരായ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ചു നിന്ന മഹാന്മാരായ പണ്ഡിതന്മാരുടെ ചരിത്രം നാം മനസ്സിലാക്കാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളും അതിനു പുറമെ അത് പഠിക്കാനുള്ള ഒരു പ്രചോദനമായി ഇത്തരത്തിലുള്ള വേദികൾ നമുക്ക് ആയിത്തീരട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് നമ്മുടെ ഈ അയിമ്മത്തിന്റെ സനദുകൾ ഈ ബിദഅത്തിന്റെ ആളുകളിലേക്കാണ് എത്തിച്ചേരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ വെള്ളപൂശുന്ന ഒരു സമൂഹം ഇന്ന് വളർന്നു വരുന്നുണ്ട് എന്നത് നാം വളരെ മനസ്സിലാക്കണം. നമുക്ക് യഥാർത്ഥമായ അഹ്ലുസുന്നയുടെ ഇമാമുകളിലേക്ക് എത്തുന്ന ഒരു ബിദഅത്തുകാരനുമില്ലാത്ത സനദുകൾ നമ്മിൽ തന്നെ ഉണ്ട്. പക്ഷെ അത് പലരും അത് ബിദഅത്തിന്റെ ആളുകൾ അവരുടെ വശീകരണത്തിൽ കുടുങ്ങി മറച്ചു വെച്ചുകൊണ്ട് അവരെ സമൂഹത്തിലേക്ക് മനസ്സിലാക്കാൻ വിധത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതെ ബിദഅത്തിന്റെ ആളുകളിലേക്ക് ചേർക്കുന്ന ഒരു സ്വഭാവം, ആ രൂപത്തിൽ പ്രവർത്തിക്കുന്ന സംഘങ്ങൾ ഇന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ നിലവിലുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിലെ സമസ്തയുടെ ഒരു സമ്മേളനത്തിൽ 1960 തബ്ലീഗിന്റെ അല്ലെങ്കിൽ ദൈവബന്ദി പണ്ഡിതനായ കാരി ത്വയ്യിബ് എന്നയാൾ ആ സ്റ്റേജിൽ അധ്യക്ഷനായിരുന്നപ്പോൾ ആ സ്റ്റേജിലേക്ക് കടന്നു വന്ന വലിയ പണ്ഡിതനായ ശംസുൽ ഉലമ ഖുത്ബി തങ്ങൾ മഹാനവർകൾ സ്റ്റേജിൽ കയറാതെ ഞാൻ ആ സ്റ്റേജിലേക്ക് കയറുന്നില്ല, വലിയ കറാമത്തിനുടമയായ, മുഖത്ത് നോക്കി പറയാൻ ആളെക്കുറിച്ച് അറിയാൻ കഴിയുന്ന മഹാനവർകൾ പറഞ്ഞു, ഈ വഹാബിയുള്ള സ്റ്റേജിൽ ഞാൻ കയറുകയില്ല. അതിനുശേഷമാണ് തബ്ലീഗ് ജമാഅത്തിനെ കുറിച്ചുള്ള പഠനങ്ങൾ ആലിമീങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുകയും അവർ ബിദഅത്തിന്റെ ആളുകളാണെന്ന് തീരുമാനമെടുക്കുകയും ചെയ്തു. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു തെളിവ് അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളുടെ തെളിവുകൾ ലഭിച്ചത് മഹാനായ അഹമ്മദ് വാശാലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കുത്തുബ്ഖാനയിലുള്ള ഗ്രന്ഥങ്ങൾ, റദ്ദുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളും അതിൽ എഴുതി വെച്ച അവരുടെ തക്രീറുകളും അതിലൂടെയായിരുന്നു പ്രധാനമായും ബിദഅത്തിന്റെ പാർട്ടിയാണ് ഇവരെന്ന് തീരുമാനമെടുക്കാനുണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ആധുനിക ഉപകരണങ്ങൾ അതുപോലെ സോഷ്യൽ മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വിദേശ പണ്ഡിതന്മാരെയൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ വലിയ ഭൗതിക തലത്തിൽ അറിയപ്പെട്ടവരായിരിക്കാം, പക്ഷേ അവരുടെ ഇത് നേരെ പകർത്താതെ നമ്മുടെ ഈ ഉലമാക്കൾ നമുക്ക് കാണിച്ചു തന്നതുമായി ഒത്തുനോക്കിക്കൊണ്ട് നമ്മുടെ അഖീദയുമായി ഉള്ള പ്രശ്നങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഇവരുടെ അഖീദ ഏത് രൂപത്തിലാണെന്ന് നാം മനസ്സിലാക്കിയതിന് ശേഷമേ നാം അത് ഉൾക്കൊള്ളാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അതുകൊണ്ട് നാം ഈ സമൂഹത്തിന് വലിയ തെറ്റായ ഒരു സന്ദേശമായിരിക്കും നമ്മളിലൂടെ ഈ സമൂഹത്തിലേക്ക് എത്തുക എന്ന ഒരു സന്ദേശം കൂടെ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്
ഇനിയും ഒരുപാട് കാര്യങ്ങൾ വളരെ ചുരുക്കിക്കൊണ്ട് മാത്രമാണ് ഈ വിഷയങ്ങൾ അവതരിപ്പിച്ചത്. ഓരോ കിതാബിനെ കുറിച്ച് പറയുകയാണെങ്കിലും ദീർഘമായ സമയം എടുത്ത് പറയേണ്ടതാണ്. ചുരുങ്ങിയ നിലയിൽ 53ഓളം വരുന്ന ഗ്രന്ഥങ്ങൾ തന്നെ മഹാനവറുകൾക്കുണ്ട്. അതിന് പുറമെയാണ് 100-ലധികം വരുന്ന മർസിയത്തുകളും തെഹ്നിയത്തുകളും അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ദുആകളും ചെറിയ ചെറിയ നിലയിലുള്ള മൗലിദുകളും അതുപോലെ ഭാഷാന്തരം തമിഴിൽ നിന്നും അറബിയിലേക്ക് മൊഴിമാറ്റം നടത്തിയ പല മൗലിദുകളും മഹാനായ കുത്തുബുദ്ദീൻ ബഖ്തിയാർ കാക്കി ദഹ്ലവി, നിസാമുദ്ദീൻ ഔലിയ, അതുപോലെ ഗുൽബർഗ ഷരീഫിലെ ബന്ദ നവാസ് റഹ്മത്തുള്ളാഹി അലൈഹിം തുടങ്ങിയവരെ കുറിച്ചുള്ള മൗലിദുകൾ, ഇതൊക്കെ ഈ 54 കിതാബുകൾക്ക് പുറമെയുള്ള ഗ്രന്ഥങ്ങളാണ്. അതിന് പുറമെ തക്രീറാത്തുകൾ, ഓരോ വിഷയത്തിലുള്ള തക്രീറുകൾ, ചെറിയ ചെറിയ റിസാലകളും എല്ലാം ഇതിന് പുറമെയുള്ള ഗ്രന്ഥങ്ങളാണ്. ഇതിൽ വളരെ കുറഞ്ഞ ഗ്രന്ഥങ്ങൾ മാത്രമേ, ഒരു 20-ൽ താഴെ ഗ്രന്ഥങ്ങൾ മാത്രമേ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളൂ. വിദേശ നാടുകളിൽ നിന്നും ഇവിടെ ഇന്ത്യയിൽ നിന്നുമായിട്ട് 20-ൽ താഴെ കിതാബുകൾ പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട്. അൽഹംദുലില്ലാ. ദാറുൽ ഇഫ്താഇൽ അസ്ഹരിയ അതിൻ്റെ പുതിയ പദ്ധതികളുമായി മഹാനവറുകളുടെ ഓരോ ഗ്രന്ഥവും പ്രസിദ്ധീകരിക്കാനുള്ള ഒരു പരിശ്രമത്തിലാണ്. അതിൻ്റെ ഭാഗമായി ഓരോ വർഷവും 4-5 ഗ്രന്ഥങ്ങൾ ഇൻഷാ അല്ലാഹ് ദാറുൽ ഇഫ്താഇൽ അസ്ഹരിയിൽ നിന്നും അവരുടെ പേരിൽ തന്നെയുള്ള, അവർ തന്നെ സ്ഥാപിച്ച ആ ഖുതുബ്ഖാനയാണ് ദാറുൽ ഇഫ്താഇൽ അസ്ഹരിയ. 3000-ലധികം വളരെ പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന കയ്യെഴുത്ത് കിതാബുകളടക്കം അപൂർവമായിട്ട് ഇന്ന് ലോകത്തുള്ള രചനകൾ ഉൾക്കൊള്ളുന്ന, അതുപോലെ തന്നെ വളരെ പഴക്കം ചെന്ന നുസ്ഖകളടക്കമുള്ള ഗ്രന്ഥങ്ങളുടെ ശേഖരമായ ദാറുൽ ഇഫ്താഇൽ അസ്ഹരിയ എന്ന് പറയുന്ന മഹാനവറുകളുടെ ഖുതുബ്ഖാന 1366-ൽ മഹാനവറുകൾ സ്വന്തം ചെലവിൽ തന്നെ സ്ഥാപിച്ച ആ ഖുതുബ്ഖാനയും പള്ളിയും, അതുപോലെ അതിനോട് തൊട്ട് ചേർന്നുകൊണ്ട് തന്നെയാണ് മഹാനവറുകൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. 1374 മുഹറം 27-ന് മഹാനവറുകൾ വഫാത്തായി. 68-ാമത് ഉറൂസ് മുബാറക്ക് ഈ കഴിഞ്ഞ മുഹറം 27-ന് അൽഹംദുലില്ലാ കഴിഞ്ഞു. അള്ളാഹു മഹാന്മാരായ അവിടുത്തെ മശായിഖിൻ്റെയും അസാത്തിദിൻ്റെയും ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഇൽമിലും അമലിലും നമ്മുടെ ജീവിതത്തിലും എല്ലാ കാര്യങ്ങളിലും അള്ളാഹു മഹാന്മാരുടെ ബറക്കത്തും അവരുടെ എല്ലാവിധ തിരുനോട്ടവും അള്ളാഹു നമുക്കെല്ലാം ലഭിക്കാൻ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, പഠനങ്ങൾ ഒരു കാരണമാക്കട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്യുന്നു. അതുപോലെ മഹാനവറുകളുമായി ബന്ധപ്പെട്ട്, അതുപോലെ അവരുടെ മശായിഖുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ, ആ തെറ്റിദ്ധാരണകളും മറ്റുമൊക്കെ നീക്കാൻ ഈ നമ്മെപ്പോലെയുള്ള ആളുകൾ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പഠിച്ച് ഈ സമൂഹത്തിലേക്ക് അതൊക്കെ നശ്ർ ചെയ്യൽ, അതിനൊക്കെ നമുക്ക് സാധ്യമാവട്ടെ എന്ന് പ്രത്യേകമായിട്ട് ദുആ ചെയ്യുകയാണ്. ഈ ഒരിക്കലും നമ്മുടെ ഈ പഠനം, ഈ വിഷയം അവതരിപ്പിക്കാൻ ഞാൻ ഒരിക്കലും അർഹനല്ല. അതിന് വേണ്ട വിധത്തിലുള്ള പഠനങ്ങൾ നടത്താനും കഴിഞ്ഞിട്ടില്ല. എന്നാലും ലാ യുദ്റക്കു കുല്ലുഹ ലാ യുത്രക്കു കുല്ലുഹ എന്ന് പറഞ്ഞ പോലെ ഒന്നും കഴിഞ്ഞില്ലെങ്കിൽ എല്ലാം ഒഴിവാക്കുക എന്നത് അല്ലാതെ കഴിയുന്നത് എന്താണെന്നോ അത് ചെയ്യുക എന്ന നിലക്ക് മാത്രം നിർബന്ധനായി ഏറ്റെടുത്തതാണ്. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യണം. അല്ലാഹു നാം കേട്ടതും പറഞ്ഞതും എല്ലാം നമ്മിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. അതുപോലെ എന്തെങ്കിലും വല്ല തെറ്റുകളോ അതപകേടുകളോ വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു തആല നമുക്ക് മാഫാക്കി തരുമാറാവട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്തുകൊണ്ട് എല്ലാവരോടും
ദുആ കൊണ്ട് വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഉസ്താദെ, 1-2 ചോദ്യങ്ങൾ മാത്രം നമുക്ക് മുന്നോട്ട് വെച്ചിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. സമയം വളരെ ദീർഘിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അവരുടെ കിതാബുകൾ നിലവിൽ ഇപ്പോൾ ചാലിയത്ത് അല്ലാതെ മറ്റെവിടെയെങ്കിലും ലഭ്യമാണോ? ചാലിയത്ത് ഇല്ലാത്ത വളരെ അപൂർവ ഗ്രന്ഥങ്ങൾ പുറത്തങ്ങനെ നമുക്ക് ലഭിക്കുന്നുണ്ടോ? അങ്ങനെ പറഞ്ഞാൽ അവരെ കിതാബുകളാ? ബഹുമാനപ്പെട്ടവരുടെ കിതാബുകൾ തന്നെ ചാലിയത്ത് അല്ലാതെ മറ്റു സ്ഥലങ്ങളിൽ ഇപ്പോൾ ഉണ്ടോ? അതായത് അവരെ കിതാബുകളൊന്നും അവരെ ശിഷ്യന്മാരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ അവരെ കിതാബുകൾ പിന്നെ പകർത്തി എടുത്തതൊക്കെ ഉണ്ട്. ഉദാഹരണത്തിന് പിന്നെ കർണാടകയിലെ ഭട്കലിൽ അവരെ 2 ശിഷ്യന്മാരെ, പ്രധാനപ്പെട്ട ഇസ്മായിൽ അക്രമി എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ശിഷ്യനുണ്ട്. അവിടെ കർണാടകയിൽ ഭട്കലിലാണ്, അവിടെ ഉണ്ട്. അതുപോലെ നമ്മുടെ ഉസ്താദിന്റെ ഒക്കെ ഉസ്താദായ എംബിച്ചാലി ഉസ്താദിന്റെ ഉസ്താദാണ് മണ്ണുങ്ങൽ അബ്ദുറഹ്മാൻ കുട്ടി മുസ്ലിയാർ. മണ്ണുങ്ങൽ അബ്ദുറഹ്മാൻ കുട്ടി മുസ്ലിയാരുടെ അടുത്ത് അന്ന് അവര് പിന്നെ ശിഷ്യനുമാണ്, അവരെ കൂടെ സന്തത സഹചാരി എന്ന് പറയും. ആ മണ്ണുങ്ങൽ ഇബ്രാഹിം അബ്ദുറഹ്മാൻ കുട്ടി മുസ്ലിയാരെ അടുത്ത് അവരെ കിതാബുണ്ട്, അവരെ കയ്യെഴുത്തുള്ള കിതാബുണ്ട്. പിന്നെ അവരെ പിന്നെ നമ്മൾ പ്രസിദ്ധീകരിച്ച കിതാബ് പല സ്ഥലത്തുണ്ടാവും. അങ്ങനെയാണ് നമ്മളെ വിവരങ്ങൾ. അതുപോലെയുള്ള ശിഷ്യന്മാരന്ന് പകർത്തിയെടുത്തതും അവർക്ക് ലഭിച്ചതുമായ കിതാബുകളുണ്ട്. പ്രധാനമായിട്ട് ഇപ്പം ഇവരെ അടുത്തുള്ളത് ഉസ്താദിന്റെ സനദ് അങ്ങനെയാണ് ശലിയത്തിലൂടെ അഹ്മദുല്ലാഹ് ഖാൻ റളിയല്ലാഹു അൻഹുവിലേക്ക് എത്തുന്നത്. എംബിച്ചാലി ഉസ്താദിന്റെ ഉസ്താദാണ് മണ്ണുങ്ങൽ ഉസ്താദ് എന്ന് പറയുന്ന മഹാനവറുകൾ. അവരെ ഉസ്താദാണ് ശലിയാത്തി. അതുപോലെ അവിടുന്ന് അഹ്മദുല്ലാഹ് ഖാൻ തങ്ങൾ. അങ്ങനെയാണ് ഈ ഉസ്താദിന്റെ അടക്കമുള്ള കേരളത്തിലെ ബഹുഭൂരിഭാഗം ആലിമീങ്ങളുടെയും സനദ് ശരിയത്തി റഹ്മത്തുള്ളാഹി അലൈഹിയിലൂടെ അഹ്മദുല്ലാഹ് ഖാൻ തങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അതുപോലെ MA ഉസ്താദിന്റെ സനദും അഹ്മദുല്ലാഹ് ഖാൻ റളിയല്ലാഹു അൻഹുവിലേക്ക് എത്തുന്നുണ്ട്. UP-യിലെ ഏറ്റവും പ്രസിദ്ധനായ ഷെയ്ഖുൽ ഹദീസ് മുഫ്തി ഷെരീഫുൽ ഹഖ് എന്ന് പറയുന്ന മഹാനവറുകൾ, ഇപ്പോൾ 2 ആഴ്ച മുമ്പാണ് അവർക്ക് ആണ്ട് കഴിഞ്ഞത്. അവരിൽ നിന്നും MA ഉസ്താദ് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ ഹദീസിന്റെ സനദുകൾ കരസ്ഥമാക്കുക, അവിടുന്ന് ഹദീസുകൾ ഓതി പഠിക്കുകയും ചെയ്ത് ആ റൂട്ടിലും അഹ്മദുല്ലാഹ് ഖാൻ തങ്ങളിലേക്ക് MA ഉസ്താദിന്റെ സനദ്. അങ്ങനെ കേരളത്തിലെ വളരെ അകാബിര്യങ്ങളായ പണ്ഡിതന്മാരുടെ സനദുകളൊക്കെ അഹ്മദുല്ലാഹ് ഖാൻ തങ്ങളിലൂടെ പോകുന്നുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. ചോദിച്ചോളൂ. മറ്റൊരു പ്രധാനപ്പെട്ട സംശയം, സ്വാഭാവികമായിട്ടും ബഹുമാനപ്പെട്ട ഷാഹ് വലിയുള്ളാഹി അവരുമായിട്ടുള്ള ബന്ധം സംസാരിക്കുമ്പോൾ ദൈവബന്ധി അല്ലെങ്കിൽ തബ്ലീഗി ചർച്ചകൾ സ്വാഭാവികമായിട്ടും കടന്നു വരുന്നുണ്ടോ? അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ പറയാൻ വേണ്ടി ദഫുഷറുൽ അസീർ അനിൽ ഖൈറുൽ കസീർ. ഖൈറുൽ കസീർ എന്ന് പറഞ്ഞൊരു ഗ്രന്ഥമുണ്ട് ഷാഹുലുല്ലാഹി ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി. ഷാഹുലുല്ലാഹി ദഹ്ലവിന്റെ പൗത്രൻ, അവരുടെ പിന്നെ മകളുടെ മകന് ഇസ്മായിൽ ദഹ്ലവി, നമ്മുടെ ഇന്ത്യയിലെ വഹാബികളുടെ റയീസ് എന്ന് പറഞ്ഞ ആളുടെ ആ ഇസ്മായിൽ ദഹ്ലവി ഷാഹുലുല്ലാഹി ദഹ്ലവിന്റെ ഗ്രന്ഥങ്ങളിൽ ഒരുപാട് തിരുമറകൾ നടത്തിയിട്ട് അവരുടെ അഖീദക്ക് നേരെ ഘടകവിരുദ്ധമായ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഷാഹുലുല്ലാഹി ദഹ്ലവിന്റെ പേരിൽ ഗ്രന്ഥങ്ങൾ ഇറക്കി. അന്നത്തെ കാലത്ത് തന്നെ 100ഓളം റദ്ദുകൾ അതിന് വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു റദ്ദാണ് പിന്നെ അഹമ്മദ് ബാഷ അലിയാത്തിന്റെ ഈ ദഫുഷറുൽ അസീർ അൻ ഖൈറുൽ കസീർ എന്ന ഗ്രന്ഥം. അത് പ്രസിദ്ധീകരിക്കപ്പെട്ട ഗ്രന്ഥമാണ്. ഈ ഷാഹുലുല്ലാഹി ദഹ്ലവിയിലേക്കാണ് അവരുടെ മകനായ അബ്ദുൽ അസീസ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെ ആ നമ്മുടെ സനദ് അഹ്മദുല്ലാഹ് തങ്ങളുടെ ഷെയ്ഖായ മാർഹറ ഷരീഫിലുള്ള മഹാന്മാരായ സാദാത്തുക്കൾ, അവരുടെ ഷെയ്ഖാണ് അബ്ദുൽ അസീസ് ദഹ്ലവി. ഈ അബ്ദുൽ അസീസ് ദഹ്ലവി റഹ്മത്തുള്ളാഹി അലൈഹിന്റെ ഷെയ്ഖാണ് ഷാഹുലുല്ലാഹി ദഹ്ലവി. അതുപോലെ തന്നെ അഹമ്മദ് ബാഷ അലിയാത്തിന്റെ പ്രധാനമായിട്ടും അവരുടെ ഉപ്പ ഇമാദുദ്ദീൻ അലി അലിയാത്തി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് തന്നെ അഹമ്മദുല്ലാഹ് ഖാൻ തങ്ങളുമായി ബന്ധമുണ്ടായിരുന്നു. അവരുടെ ഷെയ്ഖ് ഇമാദുദ്ദീൻ അലി എന്ന് പറയുന്ന ഷാലിയാത്തി തങ്ങളുടെ ഉപ്പ, അവരുടെ ഷെയ്ഖാണ് അഹമ്മദ് മിയാൻ ഗഞ്ച് മുറാദാബാദിനടുത്തുള്ള അഹമ്മദ് മിയാൻ എന്ന് പറയുന്ന മഹാനവറുകൾ. അവരുടെ ഉപ്പ ഫضലുർ റഹ്മാൻ ഗഞ്ച് മുറാദാബാദി. അവരുടെ ഷെയ്ഖാണ് അബ്ദുൽ അസീസ് ദഹ്ലവി. അവരുടെ ഷെയ്ഖാണ് ഷാഹുലുല്ലാഹി ദഹ്ലവി.
അങ്ങനെയാണ് ഇതിന്റെ ഹദീസിന്റെ സനദുകളും അതുപോലെ തന്നെ ഖാദിരി ത്വരീഖിന്റെ സനദും ഒക്കെ ആ രൂപത്തിൽ പോകുന്നുണ്ട്. അപ്പോൾ ഇത് ഇസ്മായിൽ ദഹ്ലവി കടത്തിക്കൂട്ടി ഒരുപാട് ദസ്സുകൾ നടത്തി, കിതാബുകളിൽ തിരുമുറ നടത്തി എന്ന വിവരം ഒരുപാട് അതിന് റദ്ദായിട്ട് കിതാബുകൾ എഴുതിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അവരുടെ ഷാഹുലുദ്ദാഹി ദഹ്ലവിന്റെ മകൻ അബ്ദുൽ അസീസ് ദഹ്ലവി തങ്ങൾ ഹയാത്തുള്ള കാലത്ത് പിന്നെ അവർക്ക് കാഴ്ചശക്തിയൊക്കെ പോയ സമയത്തായിരുന്നു. അപ്പൊ അവർ പറഞ്ഞു, എനിക്ക് കാഴ്ചശക്തി ഉണ്ടെങ്കിൽ ഞാൻ തന്നെ കിതാബ് രചിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞ വിഷയങ്ങളും ഈ ഇസ്മായിൽ ദഹ്ലവിക്ക് ഒരുപാട് റദ്ദുകൾ പറഞ്ഞ ആളാണ് അബ്ദുൽ അസീസ് ദഹ്ലവി എന്ന് പറയുന്ന ഷാഹുലുദ്ദാഹി ദഹ്ലവിന്റെ മകന്. അപ്പൊ ഈ ഇസ്മായിൽ ദഹ്ലവി കടത്തിക്കൂട്ടി ആ ഒരു പിന്നെ വിഷയം കൊണ്ടാണ് ഷാഹുലുദ്ദാഹി ദഹ്ലവിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ വരാനുള്ള കാരണം എന്ന് മഹാനായ ഷാലിയാത്തി ആ കിതാബിൽ പറയുന്നുണ്ട് പ്രത്യേകമായിട്ട്. ഇൻഷാ അല്ലാഹ് ഉസ്താദിന് ഒരുപാട് നന്ദികൾ അറിയിക്കുകയാണ് ഇത്രയും സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിനും. അതുപോലെ തന്നെ തുടക്കത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിലും കുറെ കാത്തുനിന്ന് ഈ ഒരു ക്ലാസിന്റെ പ്രസക്തി മനസ്സിലാക്കിക്കൊണ്ട് ഇത് കേൾക്കാനിരുന്ന നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും തല്ലിം സുഹൃത്തുക്കൾക്കും ഒരുപാട് നന്ദികൾ അറിയിക്കുകയാണ്. അല്ലാഹു തആല നമ്മുടെ ഇൽമിലും താലീമിലും ഉസ്താദുമാരുടെ ഖിദ്മത്തിലും അല്ലാഹു തആല ഒരുപാട് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് മാത്രം ദുആ ചെയ്യുന്നു. ഒരു കാര്യം നമുക്ക് ഈ ക്ലാസ് ഇങ്ങനെ സംസാരിക്കുന്നതിനും പുറമെ ഈ സൗകര്യമാകുന്ന രൂപത്തിൽ ഒരു 1-2 ദിവസം അങ്ങനെ ഇതിനെക്കുറിച്ച് പഠിക്കാൻ, നേരിട്ട് പഠിക്കാൻ അടുത്ത സ്നീപ്പ് സെലക്ട് ചെയ്ത ആളുകൾ, വിദ്യാർത്ഥികൾ, പിന്നെ അതിനെക്കുറിച്ച് ഓരോ വിഷയങ്ങൾ ഓരോരുത്തർ പഠിക്കുക, അങ്ങനത്തെ രൂപത്തിൽ ചില സ്ഥാപനങ്ങളൊക്കെ ചെയ്യലുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഇപ്പോൾ വേറെ കഴിയില്ല. അങ്ങനെ സൗകര്യമാകുന്ന സമയത്ത് അങ്ങനെ ചെയ്താൽ അത് ഏറ്റവും വലിയൊരു മുതൽക്കൂട്ടായിരിക്കും നമുക്ക് ഇൻഷാ അല്ലാഹ്. ഉസ്താദുമാരുടെ നിർദ്ദേശപ്രകാരം ചെയ്യേണ്ട കാര്യമാണ് ഇൻഷാ അല്ലാഹ്. ഇവിടെ വന്നുകൊണ്ടുള്ള പഠനം പറഞ്ഞുദ്ദേശിച്ചത്. ഉസ്താദ് നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് അതിനെക്കുറിച്ചുള്ള തുടർന്നുള്ള ചർച്ചകളും തീരുമാനങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നടത്തേണ്ടതുണ്ട്. ഇപ്പൊ നമുക്ക് ഇൻഷാ അല്ലാഹ് തൽക്കാലം പിരിയാം. ഇൻഷാ അല്ലാഹ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം.